ഹേയ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ഒരു പൈനാപ്പിൾ സാലഡാണ്. നല്ല പഴുത്ത പൈനാപ്പിൾ നോക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അത് നല്ല തൊലിയെല്ലാം കളഞ്ഞ് വാഷ് ചെയ്ത് നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ് ആദ്യം വേണ്ടത്. പൈനാപ്പിൾ എന്ന് പറയുമ്പം ഹെൽത്ത് വൈസ് ഡൈജഷനൊക്കെ നല്ല ഒരു ഫ്രൂട്ടാണല്ലോ. അപ്പോൾ അത് പീസാക്കി, അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇടുന്നത്, സാലഡിൽ ഇഞ്ചി ഇടുന്നത് എപ്പോഴും നല്ല ക്രഞ്ചി ടേസ്റ്റ് കിട്ടും. പിന്നെ ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ക്യാരറ്റും അതുപോലെ തന്നെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് അതിനകത്തോട്ട് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട്, അതും കുറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. സാലഡ് ഉണ്ടാക്കുമ്പോൾ ആക്ച്വലി നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർക്കാം, പക്ഷേ ഞാനിപ്പോൾ ഇതിനകത്ത് ഇത്രേ ചേർത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് മുളക് പൊടിയാണ് ഇട്ടത്, അത് എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഉപ്പിട്ടു, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ചെറുനാരങ്ങ നീര്. അത് ഞാൻ ഒരു പീസ് പൈനാപ്പിളിന് ഒരു ഫുൾ ചെറുനാരങ്ങയുടെ നീര് എടുത്തായിരുന്നു. അപ്പോൾ ഈ സാലഡിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ടേസ്റ്റും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു സാലഡാണ്. ഇതിനകത്ത് പിന്നെ ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു. പിന്നെ ഇട്ടത് സീഡ്സാണ്, അത് പംകിൻ സീഡ്സ്, കുറച്ച് ഉണക്കമുന്തിരിയുണ്ട്, പംകിൻ സീഡ്സ്, പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയെല്ലാം കൂടി അരിഞ്ഞിട്ടായിരുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈകൊണ്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഞാൻ പക്ഷേ ഇപ്പോൾ ഇവിടെ സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്തത്. കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ പൈനാപ്പിൾ കുറച്ചൊരു ക്രിസ്പി ആണല്ലോ, അതിങ്ങനെ നന്നായിട്ടിങ്ങനെ അലിഞ്ഞു വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഈസി അല്ലേ? ഉണ്ടാക്കി നോക്കൂ, കഴിച്ചു നോക്കൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.